ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സീമന്തിനിയാണെങ്കിൽ വീണ്ടും മേഘനോടായിട്ട് പറയുന്നുണ്ട്, ആ തോമസ് വൈദ്യൻ ഇനി നിന്നെ ചികിത്സിക്കുമോ എന്ന് പോലും അറിയില്ല. ഇത്രയും നാൾ ഉണ്ണിയും ദുർഗയും ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അവർ മാത്രമല്ല, ലോകം മുഴുവൻ എല്ലാം അറിഞ്ഞു. ഇനി അവരെങ്ങാനും ഇവിടേക്കെങ്ങാനും കയറി വരുമോ എന്നാണ് എൻ്റെ പേടി. ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ രണ്ടു പേർക്കും വിഷം തന്ന് ഞാനും അങ്ങ് കഴിക്കും. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നെല്ലാം സീമന്തിനി പറയുന്നത് കേട്ട് മേഘനും നിസ്സഹായതയോടെ കരയാനേ കഴിയുന്നുള്ളൂ. പിന്നീട് മോഹിനി വരുന്നത് കാണുമ്പോൾ മുത്തശ്ശിയോട് ചെന്ന് പറയുന്നുണ്ട്, മോളെ പ്രതാപനെ ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത തെറ്റിന് അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകണ്ടേ എന്ന് മോഹിനി പറയുന്നതും, അവനെ ജയിലിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ നമ്മുടെ മോൾ കമലേശ്വരത്തേക്ക് പോകാതിരിക്കരുത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. അവളുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അവൾ ഉണ്ണിയുടെ കൂടെ തന്നെ ജീവിക്കണം എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ലക്ഷ്മിയുടെ വയറ്റിലും ഒരു കുഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്താ ചെയ്തത് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. അങ്ങനെ സംഭവിച്ചു പോയി, ലക്ഷ്മിയെ പോലെ തന്നെയല്ലേ നിന്റെ മോള് കരുണയും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കഴിയുമ്പോൾ ഞാൻ ഇവരുടെ മോളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവരോടൊരു സ്നേഹവും സിമ്പതിയും ഇല്ല എന്നും കരുണ പറയുമ്പോൾ, മക്കളുടെ എല്ലാ തെറ്റുകൾക്കും അമ്മമാർക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഒരു പരിധി വരെ കൂട്ടുനിന്നു എന്ന് വരും. ഇവിടെ ഇപ്പോൾ നിന്റെ അച്ഛനും മുത്തശ്ശിയും പോലെ തന്നെയാണ് നീയും ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, ഇവിടെ കിടന്ന് നരകിച്ച് ജീവിച്ചാലും വേണ്ടില്ല, ഇനി കമലേശ്വരത്തേക്ക് തിരിച്ചു പോവില്ല എന്ന് തന്നെ ഉറച്ച തീരുമാനം പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇത് കേൾക്കുന്ന മോഹിനി, അല്ലെങ്കിൽ തന്നെ നിന്നെ അവിടേക്ക് കയറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി കണ്ണനാണെന്ന് മോഹിനി പറയുമ്പോൾ, കണ്ണൻ മാത്രമല്ലല്ലോ, ലക്ഷ്മി വിചാരിച്ചാലും കാര്യം നടക്കില്ലേ, കാരണം ആ വീട് ഇപ്പോൾ ലക്ഷ്മിയുടെയും പേരിലല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, കണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അതിനെതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് മോഹിനിയും പറയുന്നുണ്ട്. നീ നിന്റെ മോളോടൊന്ന് പറ മോഹിനി എന്ന് മുത്തശ്ശി വീണ്ടും പറയുമ്പോൾ, ഈ കാര്യത്തിൽ കണ്ണൻ്റെ മുന്നിൽ പോകാൻ, ഈ കാര്യവും പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ മുന്നിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം പ്രതാപൻ കൊന്നിരിക്കുന്നത് കണ്ണൻ്റെ അച്ഛനെയാണെന്നും മോഹിനി പറയുന്നു. അവനെ കൊണ്ട് കൊല്ലിച്ചതല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, നക്കാപ്പിച്ച കാശിന് വേണ്ടി അയാൾ അത് ചെയ്തില്ലേ എന്ന് മോഹിനി തിരിച്ചു ചോദിക്കുമ്പോൾ, അന്നാ നക്കാപ്പിച്ച കാശിന് നല്ല വിലയുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് അവൻ ഈ കുടുംബം നല്ല പോലെ നോക്കിയതെന്നും മുത്തശ്ശി പറയുമ്പോൾ, മറ്റുള്ളവരെ കൊന്നിട്ട് കുടുംബം നോക്കുന്നതിനേക്കാൾ നല്ലത് കുടുംബത്തെ കൂട്ടത്തോടെ കൊല്ലുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ, അമ്മയോടൊന്നും സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല മുത്തശ്ശി, അമ്മ എന്നും അവരുടെ പക്ഷത്താണെന്ന് കരുണ പറയുമ്പോൾ, ഞാൻ ആരുടെയും പക്ഷം നിന്ന് സംസാരിക്കുകയല്ല, ന്യായത്തിനോടൊപ്പം മാത്രമാണെന്നും മോഹിനി പറയുന്നുണ്ട്. ഒരു തവണ കൂടി കണ്ണനോടും ലക്ഷ്മിയോടും ക്ഷമിക്കാൻ നീ ഒന്ന് പറ മോഹിനി. എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് കൊണ്ടല്ലേ സഹിക്കിട്ട് ലക്ഷ്മിയെ കരുണമോളെ പിടിച്ച് തള്ളിയത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ചുമക്കുന്ന സമയത്താണ് ഇവൾ ആ കൊടും ക്രൂരത ലക്ഷ്മി മോളോട് ചെയ്തതെന്ന് മോഹിനി പറയുമ്പോൾ, അപ്പോൾ അവൾ എന്നോട് ചെയ്ത ക്രൂരതയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. വീട്ടുപണിയും പാചകവും ഒക്കെ ചെയ്യിപ്പിച്ചത് അത്ര വലിയ തെറ്റാണോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൻ്റെ മാത്രം അച്ഛനെയല്ല, ഉണ്ണിയുടെയും മഞ്ജുവിൻ്റെയും കൂടി അച്ഛനാണ് വിശ്വനാഥൻ. ഉണ്ണിയാണെങ്കിൽ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് അവനും ദുർഗയും തിരികെ വിളിച്ചാൽ മാത്രമേ ഇവൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. അവര് മോളെ തിരികെ വിളിച്ചാലും കണ്ണൻ മോളെ അവിടേക്ക് കയറ്റുമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് പോയിട്ട് കണ്ണനോടും ലക്ഷ്മിയോടും ചോദിക്കണം. ഇപ്പോഴും ഇവളുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ എന്ത് വിശ്വസിച്ചാണ് അവരിവളെ അവിടേക്ക് കയറ്റുന്നത്? നിന്നെ ലാളിച്ച് ഇല്ലാതാക്കിയത് നിന്റെ അച്ഛൻ തന്നെയാണ്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി അറുക്കുന്ന പ്രവൃത്തി നിന്നോട് ചെയ്തതും നിന്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്നും പോകുമ്പോൾ, മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും മോഹിനി എന്ന് വിളിച്ചുകൊണ്ട് പുറകെ ചെല്ലാൻ ശ്രമിക്കുന്നതും, എന്തിനാ മുത്തശ്ശി എന്നെ സ്നേഹമില്ലാത്തവരുടെ കാല് പിടിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. ആരുടെ കൈയും കാലും പിടിച്ചിട്ടായാലും വേണ്ടില്ല, ഈ സാഹചര്യത്തിൽ മോള് ബന്ധം പിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയല്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ മോൾക്ക് ഭർത്താവ് വേണം, കുടുംബം വേണം എന്നൊക്കെ തോന്നും. തുടർന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെയാണല്ലോ കടന്നു പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിഷമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ദുർഗയാണെങ്കിൽ ഒരേ കരച്ചിലാണ്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതുപോലെ സീമന്തിനിയെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം സീമന്തിനിയാണെങ്കിൽ മേഘനെ പരിചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് നടക്കാൻ കഴിയണം, ഇനിയിപ്പോൾ അയാൾ ജയിലിൽ നിന്നും ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ കുറവാണ് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മേഘനോട്. ഇതേ സമയം ദുർഗയുടെ കോള് വരുന്നത് കാണുന്നതും കോടതി വിധി അറിഞ്ഞിട്ടുള്ള വിളിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇത്തവണ എന്തായാലും സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ കോൾ എടുക്കുന്നുണ്ട് സീമന്തിനി. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും, എന്താടി നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്
എന്ന് ദുർഗ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ, ഞാനാ ദുർഗയെ സീമന്തിനി എന്ന് സീമന്തിനി പറയുന്നതും നിന്നെ തന്നെയാണ് ഞാൻ വിളിച്ചത്, നീ എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ ഭർത്താവിനെയും പ്രതാപനെയും ജയിലിലേക്ക് കൊണ്ടുപോയി അവൻ എനിക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കി തന്നു. പക്ഷെ എൻ്റെ കുട്ടികളുടെ അച്ഛനെ അവൻ അങ്ങ് പറഞ്ഞു വിട്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ പൊട്ടിത്തെറിക്കുമ്പോൾ, എനിക്കൊന്നും അറിയായിരുന്നില്ല ദുർഗ എന്ന് സീമന്തിനി പറയുന്നതും നീ കൂടി അറിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്. അച്ഛൻ മരിച്ച വിഷമത്തിൽ നീറി കഴിഞ്ഞിരുന്ന കണ്ണനെ നന്നായിട്ടൊന്ന് ചികിത്സിക്കാൻ പോലും അയാൾ സമ്മതിച്ചില്ല. മരുന്ന് മാറ്റി വെച്ച് അവനെ തളർത്തി കിടത്തി. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്? നിന്റെ മേഘനും തളർന്നില്ലേ? ഇപ്പോഴും മുകളിൽ നിന്നൊക്കെ നോക്കി കിടക്കല്ലേ അവൻ? ഇനി കണ്ണൻ നിന്നോടൊന്നും ഒരു മനുഷ്യത്വവും കാണിക്കില്ല. മാസാമാസം കണ്ണൻ തന്നിരുന്ന തുകയും തരാൻ പോകുന്നില്ല. നിന്റെ മോൾക്ക് വേണ്ടി കൊമ്പത്തെ ബന്ധം നോക്കിയിരിക്കില്ലേ നീ? അവള് മൂത്ത് നരകിച്ചിരുന്ന് പോവുകയുള്ളൂ. അവളെ ഇനി കണ്ണൻ മൈൻഡ് പോലും ചെയ്യില്ല. പോടി വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിക്ക് ദേഷ്യം തീരുവോളം കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം സീമന്തിനിയാണെങ്കിൽ മേഘനോട് പറയുന്നുണ്ട്, മേഘനാണെങ്കിൽ ഇങ്ങനെ അമ്മയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുണ്ടനക്കുമ്പോൾ, എന്തിനാടാ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്? പട്ടിണി കിടന്ന് ചാവ്. ദുർഗയും ഉണ്ണിയൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ അച്ഛൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞു. നിന്റെ അച്ഛൻ ഈ കുടുംബത്തിന്റെ നന്മയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അയാൾ ഈ കുടുംബത്തിന്റെ ദുരന്താണ്. മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്നെങ്കിൽ നിനക്കും അയാൾക്കും നല്ലൊരു സാലറി കിട്ടിയേനെ. മാത്രമല്ല സ്വാതിയുടെ കല്യാണം കണ്ണൻ തന്നെ മുന്നിട്ടിൽ നിന്ന് നടത്തി തന്നിയേനെ. അതിനിപ്പോൾ എന്താ ഉണ്ടായത്? അത്യാഗ്രഹം മൂത്ത് എല്ലാം കളഞ്ഞു കുളിച്ചു. ഇനി സഹായം ചോദിച്ച് ഞാൻ ചെന്നു കഴിഞ്ഞാൽ ദുർഗ എന്നെ ചൂലെടുത്തടിക്കും. ഇത്രയും നാൾ ദുർഗയും ഉണ്ണിയൊക്കെ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അവളുടെ കുട്ടികളുടെ അച്ഛനെയല്ലേ നിന്റെ അച്ഛൻ കൊന്നു കളഞ്ഞത്? ഏതെങ്കിലും ഒരമ്മയ്ക്കോ സ്ത്രീക്കോ സഹിക്കാവുന്ന കാര്യമാണോ അത്? ആകെ 5-6 വർഷം മാത്രമാണ് അവർ ഒന്നിച്ച് ജീവിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ നിന്റെ അച്ഛൻ ദുർഗയെ വിധേയാക്കി. എന്നിട്ട് അച്ഛൻ പൂങ്കണ്ണീരും ഒളിപ്പിച്ചു തന്ന് അവളെ കൊണ്ട് പലതും ചെയ്യിച്ചു. ഇനി എങ്ങനെ കേസ് നടത്തുമെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അയാളുടെ ബാങ്കിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്, അതെടുത്ത് കേസ് നടത്താം. അല്ലാതെ എൻ്റെ സ്വർണം വിറ്റ് കേസ് നടത്താനൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം എനിക്ക് നടത്തണം. നീ എണീറ്റെങ്ങാനും നടന്നിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഉത്സവ പറമ്പ് നിന്നെ പായ വിരിച്ചു കിടത്തും. വരുന്നവരുടെ മുൻപിൽ കൈനീട്ടാം, അല്ലാതെ ജീവിക്കാൻ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. എല്ലാത്തിനും കാരണം നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ദുഷ്ടനാണെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വാമദേവനെ പ്രാകുന്നുണ്ട് കേട്ടോ സീമന്തിനി. പിന്നീട് കാണിക്കുന്നത് റിമാൻഡിൽ കഴിയുന്ന പ്രതാപനെയും വാമനെയാണ്. അപ്പോൾ കോടതിയിൽ മൊഴിമാറ്റി പറയാതിരുന്നതിന് വാമനാണെങ്കിൽ പ്രതാപനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് തന്നോട് പറയാൻ കഴിയാത്തതിൻ്റെ വീർപ്പുമുട്ടൽ എനിക്കുണ്ട് എന്നും അതിൻ്റെ വീർപ്പുമുട്ടൽ വാമേട്ടനും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ കോടതി നമുക്ക് ജാമ്യം തന്നേനെ. പക്ഷേ ജാമ്യം കിട്ടി ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഒറ്റ മോള് മരിച്ചു കിടക്കുന്ന കാഴ്ചയാകുമായിരുന്നു ഞാൻ കാണുമായിരുന്നത്. തുടർന്ന് മാർക്കോ വന്നതും മാത്രമല്ല കരുണയെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മോള് മാർക്കോയുടെ കഠാരമുനയിലായിരുന്നു. അതുകൊണ്ടാണ് അമ്മ കോടതിയിലേക്ക് വന്ന സമയത്ത് എന്നെ മാറ്റി നിർത്തി ആ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവൻ ഒറ്റ ഒരുത്തനാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. അവനെ നമ്മൾ വകവരുത്തണമായിരുന്നു. ആ മാർക്കോ തന്നെയാണ് കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും ബലമെന്നും അവൻ പോയിരുന്നെങ്കിൽ അവരുടെ പകുതി ബലം പോയേനെ എന്നും പ്രതാപൻ പറയുന്നുണ്ട്. ആ മാർക്കോയും ലക്ഷ്മിയുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹമാണ് കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും ശക്തി എന്നും പ്രതാപൻ പറയുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തു കൂട്ടിയത്. അങ്ങനെ അവൾ മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി റിമാൻഡ് കഴിഞ്ഞ് കേസ് തുടർന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. അതിലും വലിയ ദുരന്തമാണ് കണ്ണൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വാമൻ പറയുമ്പോൾ 10-20 വർഷം മുൻപ് നടന്ന സംഭവമാണ്. മുതലും പലിശയും കൊടുക്കേണ്ടി വരും, കോടികൾ വരും. അതുമാത്രമല്ല ദുർഗയും ഉണ്ണിയൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവരെൻ്റെ മോളെ തള്ളിക്കളയുമോ എന്ന് അറിയില്ല എന്ന് പ്രതാപ പറയുമ്പോൾ തള്ളിക്കളയുന്നു മാത്രമല്ല എനിക്കും എൻ്റെ കുടുംബത്തിനും കണ്ണൻ്റെ ഒരു സഹായം ഇനി കിട്ടാൻ പോകുന്നില്ല. മേഘനൊന്നും മെച്ചപ്പെട്ട് വന്നതാണ്, ഇനി അവനെ എങ്ങനെ ചികിത്സിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വാമനും വിഷമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി കമലേശ്വരത്ത് എത്തുന്നതാണ്. മുത്തശ്ശിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ് കേട്ടോ ദുർഗ. മുത്തശ്ശിയാണെങ്കിൽ ദുർഗയുടെ മുന്നിൽ കൈകൂപ്പുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാ കൈയെടുത്ത് തൊഴുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ഈ പടി കയറി വരുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കണ്ണൻ മോനും ലക്ഷ്മി മോൾക്കും ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ ദുർഗയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, സ്വന്തം പെങ്ങള് വിധവയായാലും വേണ്ടില്ല, അവനവൻ്റെ ജീവിതം രക്ഷപ്പെടണം എന്ന് കരുതുന്ന ഒരു സ്വാർത്ഥനാണ് വാമൻ എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും പൈസ മേടിച്ച്
നിങ്ങളുടെ മോനോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അവനെന്താ പിന്നെ പുണ്യവാളനാണോ എന്ന് ചോദിക്കുമ്പോൾ അവനെ അറിയുമായിരുന്നില്ലല്ലോ, അത് ഉണ്ണിമോൻ്റെ അച്ഛനായിരുന്നു എന്ന് പറയുമ്പോൾ ആരും ആയിക്കോട്ടെ അവനെന്ത് ചെയ്തില്ലേ. തുടർന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ദുർഗ വീണ്ടും ചോദിക്കുമ്പോൾ കാരണം അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് മുത്തശ്ശി പറയുന്നതും അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിൽ അത് വളരും, നാളെ അവൾ പ്രസവിക്കും, ആ കുഞ്ഞിനെ നിങ്ങളും അവളും കൂടി വളർത്തിക്കോ, ഇനി അങ്ങനെ ഒരു മരുമകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെ ദുർഗ തുറന്നടിച്ച് പറയുമ്പോൾ അവൾ കരഞ്ഞു കരഞ്ഞ് ഒരു പരിവായി എന്ന് മുത്തശ്ശി പറയുന്നതും എങ്കിൽ അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ചിരിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇക്കിളിയാക്കി വിട്ടാൽ മതി, അവൾ ചിരിച്ചോളൂ എന്നെല്ലാം ദുർഗ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ദുർഗ ഇപ്പോൾ കണ്ണൻ്റെ സൈഡാണെന്നറിയാം, പക്ഷേ ദുർഗ ഒരു കാര്യം മറന്നു പോകരുത്, പ്രതാപനാണ് മഹാലക്ഷ്മിയെ കണ്ണന് കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അധികം പറയണ്ട, അതിൻ്റെ സത്യാവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. അന്ന് നമ്മൾ എല്ലാവരും ചേർന്നല്ലേ അതിൻ്റെ ഗൂഢാലോചന നടത്തിയത്. കരുണയ്ക്ക് ഒരു കൂട്ട്, അവൾക്കൊരു ജോലിക്കാരി, അതിനു വേണ്ടിയിട്ടല്ലേ മഹാലക്ഷ്മിയെ എങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, കരുണ എന്ന മരുമകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ ദുർഗ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. വിശ്വേട്ടനെ അടക്കം ചെയ്ത ഒരു മണ്ണാണിത്, ആ ഒരു വീട്ടിൽ വിശ്വേട്ടൻ്റെ കൊലയാളികളെ മകളെ താമസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മുത്തശ്ശി അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാന്ന് ദുർഗ ചോദിക്കുന്നതും എനിക്ക് ഉണ്ണിമോനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. നിങ്ങൾ എവിടെ നിന്നാൽ മതി, ഞാൻ ഉണ്ണിയോട് ചെന്ന് വിവരം പറയാം, അവന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം തരും, അപ്പോൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ദുർഗ പോയതിന് ശേഷം 150 പവൻ കൊടുത്തിട്ടാണ് എൻ്റെ കൊച്ചിനെ ഇങ്ങോട്ട് വിട്ടത്, ആ ഒരു നന്ദി പോലും ഇവൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ ഉണ്ണിയുടെ അടുത്ത് ചെന്ന് ദുർഗ നിന്നെ കാണാനായിട്ട് കൊച്ചുമോൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു കിളവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് നിന്റെ അച്ഛനെ കൊന്നവളുടെ മകളെ ഇനി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരേണ്ട കാര്യമൊന്നുമില്ല എന്നും ദുർഗ പറയുമ്പോൾ തുടർന്ന് ഞാൻ എന്തായാലും അവരെ ഒന്ന് പോയി കാണാമെന്ന് പറയുമ്പോൾ നീ എന്താ അവരുടെ അടുത്ത് ചെന്ന് പറയാൻ പോകുന്നത്, അവരെ ആട്ടി വിടുകയാണ് വേണ്ടതെന്ന് ദുർഗ പറയുമ്പോൾ ഇത് നല്ലൊരു ചാൻസ് ആണെന്ന് ഉണ്ണി പറയുന്നതും നീ എന്താ ഉദ്ദേശിക്കുന്നത്, കണ്ണനും മഹാലക്ഷ്മിക്കും മഞ്ജുവിനൊന്നും അവളെ ഈ വീട്ടിൽ കയറ്റുന്നതിൽ ഇഷ്ടമില്ല, മഞ്ജു ചൂടായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീയും കണ്ടതാണല്ലോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അവൾക്ക് എല്ലാം ഉണ്ട്, മാത്രമല്ല കണ്ണേട്ടൻ അവൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കും, പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല, ഒന്നുമില്ലാത്തത് എനിക്കാണ്, ഞാൻ എന്തായാലും അവരെ ഒന്ന് കണ്ടിട്ട് വരാം, എന്നെ ബുദ്ധിയില്ലാത്തവനെന്നും മണ്ണുണ്ണി എന്നൊക്കെ വിളിച്ച് അവരൊരുപാട് തവണ വിമർശിച്ച് സംസാരിച്ചതല്ലേ, ഇനിയിപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ നിന്ന് ഒന്ന് നിവർന്ന് നിൽക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അങ്ങനെ ഉണ്ണി മുത്തശ്ശിയെ കാണാനായിട്ട് താഴേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്